അവരിത് അംഗീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ മഹാനായ സുമാബത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. വല്ലാഹി ലാ യഅതീകും മിനൽ യമാമത ഹബ്ബത്തു ഹിൻതത്തിൻ ഹത്താ യഅ്ദന ഫീഹാ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യമാമയിൽ നിന്നാണ് മക്കയിലേക്കെന്ന് ധാന്യങ്ങൾ, ഗോതമ്പുകളും മറ്റ് ധാന്യങ്ങളുമൊക്കെ എത്തിച്ചിരുന്നത്. സുമാമ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുവാദമില്ലാതെ ഒരു അണുമണി ധാന്യത്തിന്റെ അംശം പോലും ഇനി മക്കയിലേക്ക് വരൂല, ഞാനിത് ബ്ലോക്ക് ചെയ്തു വെക്കും. ഉടനെ മദീനയിലേക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ശത്രുക്കൾ കത്തയക്കുകയാണ്. ആ കത്തിലൂടെ സുമാമയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നബി തങ്ങളോട് അവർ ആവശ്യപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്തയക്കുന്നു. എന്താണ് ആ കത്തിന്റെ ഉള്ളടക്കമെന്നറിയോ? അയ്യുഖല്ലിയ ബൈനഹും വബൈനൽ ഹംലി, നിലവിൽ നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നിങ്ങൾ നീക്കണം, അവർക്കാവശ്യമായ ധാന്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പോലെ തന്നെ കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന് വേണമെങ്കിൽ ചിന്തിക്കാം, ബദർ യുദ്ധം നടത്തി, ഉഹദ് നടത്തി, ഖന്തക്ക് നടത്തി, ഒരുപാട് വിഷമിപ്പിച്ച ആളുകളാണ്, വേദനിപ്പിച്ച ആളുകളാണ്, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകളാണ്, തങ്ങളുടേതൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകളാണ്. അവരങ്ങനെ ഭക്ഷണം കഴിക്കണ്ട എന്ന് വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരുമാനിക്കാം. അള്ളാഹിന്റെ റസൂൽ എന്തു പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് ഒരല്പം പോലും മഹാനായ സുമാമ റളിയല്ലാഹു അൻഹു അനങ്ങൂലാന്ന് മുത്തുനബി തങ്ങൾക്കറിയാം. പക്ഷേ അള്ളാഹിന്റെ റസൂൽ അവിടെ നീതിപൂർവ്വം ശത്രുക്കളോട് പോലും നീതി കാണിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയോട് പറഞ്ഞു, പറ്റൂല, ആ ധാന്യങ്ങൾ പിടിച്ചു വെക്കാൻ പറ്റൂല, അത് ആവശ്യാനുസരണം നിങ്ങൾ മക്കയിലേക്ക് വിതരണം ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ കുട്ടിയുടെയും 3, 4, 5 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് അവരെഴുതുന്നൊരു നീറ്റ് എക്സാം. നമ്മൾ ആലോചിച്ച് നോക്കണം, അത്തരത്തിലുള്ള കഠിനമായ പ്രയത്നങ്ങൾക്ക് ശേഷം പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ പണമുള്ളവൻ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്നു, പണമുള്ളവൻ രക്ഷപ്പെടുന്നു. ക്വസ്റ്റ്യൻ പേപ്പറുകൾ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നു. നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ഒരാൾക്ക് പരീക്ഷ എഴുതാൻ വല്ല പ്രയാസമുണ്ടോ? അത് വച്ച് പരീക്ഷ എഴുതിയിട്ട് ഒരു നിലയ്ക്കും അർഹരല്ലാത്ത പലരും യോഗ്യത നേടിയെടുക്കുന്നു. അതിനെതിരെ 1 മാസത്തിലധികമായി രാജ്യ തലസ്ഥാനത്ത് സമരം നടക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും മൗനത്തിലായിരുന്നു, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله مولانا العلي العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. وقد قال نبينا وحبيبنا محمد صلى الله عليه وسلم:
فوالله ما هممت بسوء مما يعمل أهل الجاهلية حتى أكرمني الله عز وجل بنبوتي أو كما قال رسول الله. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ പടച്ച റബ്ബ് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. ശിഷ്ടജീവിതം പൂർണ്ണമായി റബ്ബിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ചിലവഴിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ, വിശിഷ്യ ഈ പള്ളിയുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്ന് നമുക്കറിയാം. നല്ല ചുറ്റുപാടിൽ, നല്ല സൗഹൃദങ്ങൾക്കിടയിൽ, നല്ല വായനകൾക്കിടയിൽ, നല്ല സ്വഭാവമുള്ളവരുമായുള്ള സമ്പർക്കത്തിനിടയിൽ വളർന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകാറുണ്ട്. നേരെ മറിച്ച് ചീത്ത സാഹചര്യങ്ങളിൽ, മോശമായ സ്വഭാവമുള്ളവരിൽ, മോശമായ കാഴ്ചകളിൽ, സംസ്കാരങ്ങളിൽ വളർന്നു വരുന്ന ഒരാളുടെ ജീവിതത്തിലുടനീളം ആ ദുഷിച്ച സംസ്കാരങ്ങളും സ്വഭാവങ്ങളുമൊക്കെ അധികവും കാണാറുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. നല്ലവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ കൂടുതൽ നല്ല ഗുണങ്ങളും, മോശമായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നവരിൽ കൂടുതൽ മോശമായ ഗുണങ്ങളുമാണ് സ്വാഭാവികമായി കണ്ട് വരാറുള്ളത്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചുറ്റുപാടുകൾ, അവിടുന്ന് ജനിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ബഹുദൈവ വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അക്രമങ്ങളുടെയും ലഹരികളുടെയും ഒക്കെ ഇടയിൽ ഏറ്റവും മോശമായ ഒരു കാലഘട്ടമെന്ന് ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തി വച്ച ഇരുണ്ട യുഗത്തിൽ ജനിച്ച് വളർന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ജനിക്കുന്നതിന് മുമ്പേ പിതാവ് നഷ്ടപ്പെട്ടു. 6 വയസ്സുള്ളപ്പോൾ മാതാവും നഷ്ടപ്പെട്ടു. 8 വയസ്സുള്ളപ്പോൾ വെല്ലുപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് പിതൃ സഹോദരന്റെ സംരക്ഷണത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂല് വളർന്നു വരുന്നത്. സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന ഒരു കുട്ടി പരിസരങ്ങൾ ഇത്രത്തോളം മലീമസമാണെങ്കിൽ
നമുക്കൊക്കെ അറിയാം എത്ര മോശമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്. പക്ഷേ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് യതീമായി വളർന്നിട്ടും അവിടുത്തെ ജീവിതത്തിൽ കളങ്കമെന്ന് പറയുന്നത്, തെറ്റെന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫവല്ലാഹി മാ ഹമംതു ബിസൂഇൻ മിമ്മാ യഅമലു അഹ്ലുൽ ജാഹിലിയ്യ ഹത്താ അക്റമനി അല്ലാഹു അസ്സ വജല്ല ബിനുബുവതിഹി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജാഹിലിയ്യ കാലഘട്ടത്തിലെ ആളുകൾ ചെയ്തു വന്നിരുന്ന ഒരുപാട് മോശമായ പ്രവർത്തനങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. ആ തെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല, ചെയ്യാൻ ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ് വളർത്തിയെടുത്തത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അത്ര മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിട്ടും തെറ്റ് എന്ന് പറയാൻ പറ്റിയതൊന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടില്ല എന്നത്. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം പറയുന്നതല്ല, എതിരാളികൾ പോലും അത് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിർചേരിയിൽ അന്നുണ്ടായിരുന്ന അബൂ സുഫിയാനോട് റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഷാമിലേക്ക് കച്ചവടാവശ്യാർത്ഥം പോയ അബൂ സുഫിയാനെയും സംഘത്തെയും തന്റെ കൊട്ടാരത്തിലേക്ക് ഹിറക്കൽ രാജാവ് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവരോട് കൃത്യമായ ചില കരാറുകൾ വെക്കുന്നു. കരാറു മറ്റൊന്നുമല്ല, ഇനി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ അതിന് കളവ് ഒരു കാരണവശാലും നിങ്ങൾ പറയാൻ പാടില്ല എന്ന് ആ സംഘത്തിന്റെ തലവനായ അബൂ സുഫിയാനോട് ഹിറക്കൽ രാജാവ് പറയുകയാണ്. ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നതിൽ വല്ല കളവുമുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടാളികളെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായി മാത്രമേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകാൻ പാടുള്ളൂ എന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി മഹാനായ അബൂ സുഫിയാൻ റഹ്മഹുല്ലാ റളിയല്ലാഹു അൻഹു, പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം എതിർചേരിയിലാണ്. അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ഒന്നൊന്നായി അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഒന്നാമത്തെ ചോദ്യം, ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് ചോദ്യം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നുബുവത്തിന് മുമ്പ് നിങ്ങളോട് നിലവിൽ വാദിച്ച ആ പ്രവാചകത്വ വാദം നടത്തുന്നത് 40-ാം വയസ്സിലായിരുന്നല്ലോ. അതിന് മുമ്പ് ഏതെങ്കിലും സമയത്ത് ഒരു കളവ് പറഞ്ഞു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാൽ. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കളവ് അദ്ദേഹം പറഞ്ഞതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അബൂ സുഫിയാനോടാണ് ചോദ്യം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതും മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇത് പറയുന്നത്. അബൂ സുഫിയാൻ പറയുന്നു, ഖുൽതു ലാ, ഞാൻ ഹിറക്കൽ രാജാവിനോട് മറുപടി പറഞ്ഞു, ഇല്ല, ഒരു കളവ് പോലും അദ്ദേഹം പറഞ്ഞതായി ഞങ്ങൾക്കറിയില്ല. രണ്ടാമത്തെ ചോദ്യം, ഫഹൽ യഗ്ദിറു. ഈ 40-ലധികം വർഷക്കാലം ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഹിജ്റയുടെ 6-ാം വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 59-ാമത്തെ വയസ്സിലാണ് ഈ സംഭവം നടക്കുന്ന. 59 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചന നിങ്ങളോട് ആ പ്രവാചകൻ നടത്തിയിട്ടുണ്ടോ? ഹിറക്കൽ രാജാവിന്റെ ചോദ്യമാണ്. അബൂ സുഫിയാന്റെ മറുപടി, ഇല്ല, അങ്ങനെ ഒരു വഞ്ചന ഞങ്ങളോട് നടത്തിയിട്ടില്ല. വനഹ്നു മിൻഹു ഫീ മുദ്ദത്തിൽ ലാ നദ്രി മാ ഹുവ ഫായിലുൻ ഫീഹാ.
ഇതുവരെ ഒരു വഞ്ചനയും നടത്തിയിട്ടില്ല. എന്നാൽ ഹിജറ 6-ാം വർഷം നടന്ന ഹുദൈബിയ കരാറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു കരാറിലാണുള്ളത്. ആ കരാറെങ്ങാനും അയാൾ ലംഘിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതിൽ എന്തെങ്കിലും വഞ്ചന കാണിക്കുമോ എന്നറിയില്ല. അതല്ലാതെ ഇതുവരെ ഒരു വഞ്ചനയും അദ്ദേഹം നടത്തിയിട്ടില്ല. ശത്രുപാളത്തുണ്ടായിരുന്ന ശത്രുപാളയത്തിന്റെ നേതൃസ്ഥാനം അലങ്കരിച്ചിരുന്ന അബൂ സുഫിയാനാണ് ഹിറക്കൽ രാജാവിനോട് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, വലം തുമക്കിന്നി കലിമത്തുൻ നുദ്ഖിലു ഫീഹാ ശൈഅൻ ഗൈറു ഹാദിഹി. മോശമായത് പലതും പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു പോയി, ചോദിക്കുന്നതിനൊക്കെ സത്യം പറയാമെന്ന്. അതുകൊണ്ട് ഇതല്ലാതെ മറ്റൊന്നും പറയാൻ തോന്നിയില്ല. ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല, ഇനി കളവ് പറയോ ഇനി വഞ്ചിക്കോന്ന് അറിയില്ല എന്ന് മാത്രമാണ് എക്സ്ട്രാ എന്തെങ്കിലും എനിക്ക് പറയാൻ കഴിഞ്ഞത് എന്ന് അബൂ സുഫിയാൻ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിറക്കലിന് അറിയേണ്ടിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ കുറിച്ചായിരുന്നു. എന്താണ് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത്? എന്താണ് അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്നത്? എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, വയഉമുറുനാ ബിസ്വലാത്തി വസ്സകാത്തി വസ്സിദ്ഖി വൽ അഫാഫി വസ്സിലാ. ഞങ്ങളെ അദ്ദേഹം പഠിപ്പിക്കുന്നത് സ്വതക്കയെ കുറിച്ചാണ്, നിസ്കാരത്തെ കുറിച്ചാണ്, സകാത്തിനെ കുറിച്ചാണ്, അതുപോലെ പാതിവൃത്യത്തെ കുറിച്ചാണ്, പരിശുദ്ധിയെ കുറിച്ചാണ്, കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ്. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് ഞങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അബൂ സുഫിയാൻ മറുപടി പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അധ്യാപനങ്ങൾ ഒന്നൊന്നായി അബൂ സുഫിയാന്റെ നാവിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നു. സത്യസന്ധത പുലർത്തണം, ലൈംഗിക വിശുദ്ധി പാലിക്കണം, കുടുംബ ബന്ധം ചേർക്കണം. എത്ര മഹത്തായ മൂല്യങ്ങളാണ്! ഇതൊന്നും ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. ആ മഹത്തായ മൂല്യങ്ങളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് ശത്രുവായിരുന്ന, ശത്രുക്കളുടെ നേതാവായിരുന്ന അബൂ സുഫിയാന്റെ നാവിൽ നിന്നു തന്നെ പുറത്തേക്ക് വരുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ. എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബയിൽ നമ്മൾ കേൾക്കാറുള്ള, അതിൻ്റെ അവസാനത്തിൽ കേൾക്കാറുള്ള വചനങ്ങളാണ്. അല്ലാഹു തആല നീതി ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, ഇഹ്സാൻ കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്, മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹു നിങ്ങളോട് വിരോധനം ഏർപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഇത് തന്നെ അബൂ സുഫിയാൻ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ശത്രുവായ അബൂ സുഫിയാന്റെ നാവിൽ നിന്ന് പുറത്തു വന്ന വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതേ സന്ദർഭത്തിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹിജറയുടെ തുടക്കത്തിൽ, ഹിജറയ്ക്ക് മുമ്പ് നജ്ജാശി രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നടത്തിയൊരു പ്രഭാഷണമുണ്ട്. ഇതിന്റെ ഏതാണ്ട് അതേപോലെ തന്നെയുള്ളൊരു പ്രഭാഷണം. ഞാൻ അതിലേക്ക് ഇപ്പൊ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതേപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മാനവികമായ മൂല്യങ്ങളെ കുറിച്ച് ജഅഫർ ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ശത്രുവിനും മിത്രത്തിനുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്, അള്ളാഹുവിന്റെ റസൂല് സത്യസന്ധതയുള്ള ആളാണ്, കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, പാവങ്ങളെ ചേർത്തു പിടിക്കുന്ന ആളാണ്, സാധുക്കളെ സഹായിക്കണമെന്ന് പറയുന്ന ആളാണ്, നിങ്ങൾ തെറ്റുകളിലേക്ക് പോകരുത്, ലൈംഗിക അരാജകത്വങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുതെന്ന് പറയുന്ന ആളാണ്, ലഹരിക്കടിമപ്പെടരുത് എന്ന് പറയുന്ന ആളാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ തങ്ങളെക്കുറിച്ച് നന്മ മാത്രമേ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഒക്കെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മഹത്തായ മാനവിക മൂല്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് തന്നെയാണ്.
യമനിലെ രാജാവ്, യമാമയിലെ രാജാവായിരുന്ന മഹാനായ സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ശേഷം അദ്ദേഹം ഉംറ നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്നു. മക്കയിലേക്ക് വന്നപ്പോൾ അവിടെ ഖുറൈശികളാരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹിന്റെ റസൂലിനോട് വലിയ ദേഷ്യമാണല്ലോ അവർക്ക്. നബി തങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഇല്ലായ്മ ചെയ്യണം എന്ന് കരുതി നടക്കുന്ന ആളുകളാണ് അവര്. അവരുടെ മുന്നിൽ വെച്ചിട്ട് യമാമയിലെ രാജാവായിരുന്ന സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ് ആ പ്രഖ്യാപനം? നിങ്ങളൊക്കെ വിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കണം, നിങ്ങളൊക്കെ അല്ലാഹു ഏകനാണെന്ന് അംഗീകരിക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി നിങ്ങൾ ഉൾക്കൊള്ളണം. ഖുറൈശികൾ ഇതുവല്ലോ കേൾക്കാൻ തയ്യാറാകോ? അള്ളാന്റെ റസൂൽ നിരന്തരം പറഞ്ഞിട്ട് അവരെ അംഗീകരിച്ചിട്ടില്ല. മറ്റു പലതും സംഭവിച്ചിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. ബദറിലും മറ്റുമൊക്കെ ഒരുപാട് പാഠങ്ങൾ തങ്ങളുടെ കൺമുന്നിൽ കണ്ടിട്ട് അവർ വിശ്വസിച്ചിട്ടില്ല. അവരിത് അംഗീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ മഹാനായ സുമാബത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. വല്ലാഹി ലാ യഅതീകും മിനൽ യമാമത ഹബ്ബത്തു ഹിൻതത്തിൻ ഹത്താ യഅ്ദന ഫീഹാ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യമാമയിൽ നിന്നാണ് മക്കയിലേക്കെന്ന് ധാന്യങ്ങൾ, ഗോതമ്പുകളും മറ്റ് ധാന്യങ്ങളും ഒക്കെ എത്തിച്ചിരുന്നത്. സുമാമ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുവാദമില്ലാതെ ഒരു അണുമണി ധാന്യത്തിന്റെ അംശം പോലും ഇനി മക്കയിലേക്ക് വരൂല, ഞാനിത് ബ്ലോക്ക് ചെയ്തു വെക്കും എന്ന് മഹാനായ സയ്യിദുനാ സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുറൈശികൾ വല്ലാതെ വിഷമിച്ചുപോയി. എങ്ങനെയാണ് ഇനി ഭക്ഷണം കഴിക്കുക? ആ ധാന്യം തങ്ങളിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ്. ഉടനെ മദീനയിലേക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ശത്രുക്കൾ കത്തയക്കുകയാണ്. ആ കത്തിലൂടെ സുമാമയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നബി തങ്ങളോട് അവർ ആവശ്യപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്തയക്കുന്നു. എന്താണ് ആ കത്തിന്റെ ഉള്ളടക്കമെന്നറിയോ? അയ്യുഖല്ലിയ ബൈനഹും വബൈനൽ ഹംലി, നിലവിൽ നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ആ നിരോധനം മുഴുവനും നിങ്ങൾ മാറ്റണം, ഉപരോധം നിങ്ങൾ നീക്കണം. അവർക്ക് ആവശ്യമായ ധാന്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പോലെ തന്നെ കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന് വേണമെങ്കിൽ ചിന്തിക്കാം, ബദർ യുദ്ധം നടത്തി, ഉഹദ് നടത്തി, ഖന്തക്ക് നടത്തി, ഒരുപാട് വിഷമിപ്പിച്ച ആളുകളാണ്, വേദനിപ്പിച്ച ആളുകളാണ്, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകളാണ്, തങ്ങളുടേതൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകളാണ്. അവരങ്ങനെ ഭക്ഷണം കഴിക്കണ്ട എന്ന് വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരുമാനിക്കാം. അള്ളാഹിന്റെ റസൂൽ എന്തു പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് ഒരല്പം പോലും മഹാനായ സുമാമ റളിയല്ലാഹു അൻഹു അനങ്ങൂല എന്ന് മുത്തുനബി തങ്ങൾക്കറിയാം. പക്ഷേ അള്ളാഹിന്റെ റസൂൽ അവിടെ നീതിപൂർവ്വം ശത്രുക്കളോട് പോലും നീതി കാണിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയോട് പറഞ്ഞു, പറ്റൂല, ആ ധാന്യങ്ങൾ പിടിച്ചു വെക്കാൻ പറ്റൂല, അത് ആവശ്യാനുസരണം നിങ്ങൾ മക്കയിലേക്ക് വിതരണം ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. ഏതെങ്കിലും ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ ദേഷ്യം, അവരോടുള്ള നിങ്ങളുടെ താല്പര്യക്കുറവ്, അവർക്കിടയിൽ നീതി കാണിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂല് കൃത്യമായി അവിടെ നീതിപൂർവ്വം പ്രവർത്തിക്കുകയാണ്. നമ്മൾ കാരണമായി അവിടെ ഭക്ഷണം കിട്ടാതിരിക്കരുത്. അവിടെ കുഞ്ഞുങ്ങളുണ്ട്, അവിടെ സ്ത്രീകളുണ്ട്, അവിടെ വൃദ്ധരുണ്ട്, അവിടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട്, നിരാലംബരുണ്ട്, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും വന്നുകൂടാ. ഭക്ഷണത്തോണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടൽ നടത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളിലും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഡൽഹിയിൽ നമുക്കറിയാം, വിദ്യാർത്ഥി സമരങ്ങൾ വളരെ ഏറ്റവും മൂർധന്യ ദശയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും 20-നെയും 25 ലക്ഷത്തിൻ്റെയും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ നീറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. 20ഉം 25ഉം ലക്ഷത്തിനിടയിലുള്ള വിദ്യാർത്ഥികൾ ഓരോ വർഷവും നീറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
ഓരോ വർഷവും എക്സാമിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയങ്ങൾ എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പലരും ഇത്തരം കോച്ചിങ്ങുകളുള്ള നീറ്റ് എക്സാമിന് വേണ്ടി പ്രത്യേകം പ്രിപ്പറേഷനുകൾ നടത്തുന്ന സ്കൂളുകളിലേക്ക് വലിയ തുകകൾ ഫീസ് നൽകിക്കൊണ്ട് മക്കളെ പറഞ്ഞയക്കുകയാണ്. അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ, അവരെ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കാൻ അതിനുവേണ്ടി ലക്ഷങ്ങൾ ഫീസ് നൽകിയിട്ടാണ് രക്ഷിതാക്കൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടിയുടെയും 3, 4, 5 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് അവരെഴുതുന്നൊരു നീറ്റ് എക്സാം. നമ്മൾ ആലോചിച്ച് നോക്കണം. അത്തരത്തിലുള്ള കഠിനമായ പ്രയത്നങ്ങൾക്ക് ശേഷം പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ പണമുള്ളവൻ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്നു, പണമുള്ളവൻ രക്ഷപ്പെടുന്നു. ക്വസ്റ്റ്യൻ പേപ്പറുകൾ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നു. നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ഒരാൾക്ക് പരീക്ഷ എഴുതാൻ വല്ല പ്രയാസമുണ്ടോ? അത് വച്ച് പരീക്ഷ എഴുതിയിട്ട് ഒരു നിലയ്ക്കും അർഹരല്ലാത്ത പലരും യോഗ്യത നേടിയെടുക്കുന്നു. അതിനെതിരെ 1 മാസത്തിലധികമായി രാജ്യ തലസ്ഥാനത്ത് സമരം നടക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും മൗനത്തിലായിരുന്നു. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പലരും മൗനം പാലിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, അതിനു വേണ്ടി ശബ്ദമുയർത്തിയ സമരക്കാരെ മുഴുവനും അടിച്ചമർത്തുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരണാധികാരികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സമരങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. കൃത്യമായി ലംഘിക്കപ്പെട്ട ഒരു വിഷയത്തിന്റെ പേരിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ മൃഗങ്ങളെ തല്ലും പോലെ ക്രൂരമായി തല്ലിയൊതുക്കുന്ന ദയനീയമായ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടിയർ ഗ്യാസ് കൊണ്ട് മാത്രമല്ല പെല്ലറ്റ് ഗണ്ണ് വരെ ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ രാജ്യ തലസ്ഥാനത്ത് നേരിടുന്നത്. ശത്രുക്കളെ നേരിടുന്നത് പോലെ, രാജ്യത്തിന്റെ പുറത്ത് നിന്ന് വന്ന ഏതോ ശത്രുക്കളെ നേരിടുന്നത് പോലെ രാജ്യ തലസ്ഥാനത്ത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച നീതി, നമ്മുടെ മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃകാപരമായ ആ ഭരണം, അത് എവിടെ പോയി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരമൊന്നും എത്തിയില്ലെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള നീതിയെങ്കിലും ഇവിടെയുള്ള ജനങ്ങളോട് കാണിക്കാൻ ഈ നാട്ടിലെ ഭരണകൂടം തയ്യാറാകേണ്ടതില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ അതുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ സമരത്തിന് കൃത്യമായി നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അവരുടെ പിന്നിൽ നമ്മൾ അണിനിരക്കണം. അതിനുവേണ്ടിയുള്ള എന്തൊക്കെ ഇടപെടലുകൾ നമ്മെ കൊണ്ട് കഴിയുമോ, ജനാധിപത്യത്തിന്റെ മതേതര രാജ്യത്തിന്റെ നിയമങ്ങളുടെ പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും മുസ്ലിം സമൂഹം മുന്നിൽ നിൽക്കണം. നമുക്കതിന് യോഗ്യതയുണ്ട്, നമുക്കത് പറയാനുള്ള യോഗ്യതയുണ്ട്. നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കൾക്ക് ഭക്ഷണം നിഷേധിക്കപ്പെട്ടപ്പോൾ അത് നൽകണമെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നീതിപരമായി പ്രവർത്തിച്ച നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. നമുക്ക് ധൈര്യമായിട്ട് പറയാം, ശത്രുക്കളല്ല വിദ്യാർത്ഥികൾ, ശത്രുക്കൾ വിദ്യാർത്ഥികളല്ല, ഭരണകൂടമാണ് ഇവിടെ ശത്രുക്കളായി നിൽക്കുന്നത്, ബ്യൂറോക്രസിയാണ് ഇവിടെ ശത്രുക്കളായി നിൽക്കുന്നത്, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് ശത്രുവാളയത്തിൽ നിൽക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി കൃത്യമായ ശിക്ഷ നൽകി ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 157 പരീക്ഷകളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നു എന്ന് പറയുമ്പോൾ എന്ത് സുതാര്യതയാണ് ഇതിനുള്ളത്? ആലോചിച്ച് നോക്ക്. 157 പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. എത്ര പാവപ്പെട്ട വിദ്യാർത്ഥികളാണെന്നറിയോ? വീടും പണയപ്പെടുത്തി ഉള്ളതൊക്കെ വിറ്റുപറക്കി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷ എഴുതിയവർ ഇനി വീണ്ടും പരീക്ഷ എഴുതണം. ഒരുപക്ഷെ സത്യസന്ധമായി പരീക്ഷ എഴുതി യോഗ്യതയുടെ പടിവാതിൽക്കൽ നിന്ന് ഇനി വീണ്ടും എക്സാം എഴുതേണ്ടി വരികയാണ്. എന്തൊരു ഗതികേടാണ്, ആലോചിച്ച് നോക്ക്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങളിൽ നമ്മൾ കൃത്യമായി അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സംസ്കാരം അത് വിശ്വാസികളൊക്കെ കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട, കൂടുതൽ കേൾക്കേണ്ട, അവിടെ നിന്ന് മുന്നോട്ട് വച്ച സന്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞകൾ എടുക്കേണ്ട മാസം പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ്. അതൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ട് വിശ്വാസികളായ നമ്മൾ തന്നെ കൂടുതലായി മുത്തുനബി തങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം, വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം, അറിയാനുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച്
കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ മൗനികളായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാതെ ഏറ്റവും ബേസിക്കായ കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കാനുള്ള ഒരു മനസ്സ് വിശ്വാസികളായി നമ്മളൊക്കെ ആർജിച്ചെടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്.